നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ, അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ്. തഖ്വയുള്ളവരായിട്ട് മാറാൻ നമുക്ക് കഴിയുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ജീവിച്ച് നമ്മുടെ ജീവിതം നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇബാദത്തിന് അർഹരാണല്ലോ. ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ദുനിയാവിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാലേ നമുക്കിവിടെ കലിമ ചൊല്ലി മരിക്കാൻ കഴിയുള്ളൂ, ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാസ നമ്മളൊക്കെ കണ്ടവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പുഞ്ചിരിച്ചിട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ദുനിയാവിലൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലും പുഞ്ചിരിയായിരുന്നു. മരിച്ചു കിടക്കുന്ന സമയത്തും ആ മുഖത്തുനിന്ന് ആ പുഞ്ചിരി പോയിട്ടുണ്ടോ? ആ മുഖത്തിങ്ങനെ വല്ലാത്ത സുന്ദരമായി വെളുത്ത് തൊടുത്ത് മുഖമിങ്ങനെ ചിരിച്ചുകൊണ്ടല്ലേ കിടക്കുന്നത്. ഇങ്ങനെ അങ്ങനെ കിടക്കാൻ കഴിയുന്നത്? നമ്മുടെ സമസ്തയുടെ ഹാലിമീങ്ങളുടെ മരണമൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അവിടെ ജീവിതം ഒന്ന് എടുത്തു നോക്ക്. അവിടെയൊക്കെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്. ഒരു കറാത്തിനെ പോലും പേടിച്ചുകൊണ്ടല്ലേ അവർ ജീവിച്ചിരുന്നത്. നമുക്ക് ഹറാമ് പ്രശ്നമല്ല, കുറ്റം പറയുന്നത്, ഈബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആക്കിബത്ത് എന്താകുമെന്ന് നമ്മൾ തന്നെ ഭയന്നു പോകുന്നത്. അവർക്ക് ദുനിയാവിൽ തഖ്വയോടുകൂടെ ജീവിച്ചു, ദീനിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ചെറുപ്പം മുതൽക്ക് തന്നെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിയ മഹാനായിരുന്നല്ലോ. തന്റെ 16ാമത്തെ വയസ്സിലാണ് തന്റെ സ്വന്തം തിരൂർക്കാടുള്ള സ്വന്തം മഹല്ലില് ബഹുമാനപ്പെട്ടവരവിടുന്ന് ഖത്തീബായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. 16ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രായമാവുന്നുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഇന്ന് ട്രൗസർ ഇട്ട് കളിച്ച് നടക്കുകയാണ് അല്ലെ? +1ലും +2ലൊക്കെ പഠിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തെ സ്വന്തം മഹല്ലില് ഖത്തീബായിട്ട് ആ നാട്ടുകാരവിടുന്ന് നിയമിച്ചിട്ടുണ്ട്. മാത്രല്ല 20ാമത്തെ വയസ്സിൽ ആ മഹല്ലത്തിന്റെ ഖാദി സ്ഥാനവും അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. സ്വന്തം മഹല്ലിൽ ഖത്തീബാവാനും ഒരു ഖാദിയാവാനൊക്കെ അവിടുന്ന് കഴിയാണെന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചൊക്കെ നിങ്ങൾ എത്രത്തോളം ബഹുമാനപ്പെട്ട അവർ ആ മഹല്ലുകാരവിടുന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചെറുപ്പം മുതൽക്ക് തന്നെ, ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ അവിടെ സൂക്ഷ്മതയും അവിടുത്തെ ആ ഒരു വിനയവും ഒക്കെ അവിടുന്ന് മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉസ്താദിനെ ആ ഒരു സ്ഥാനം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരെന്താ പറയാ, നമ്മൾ ഓനപ്പം അങ്ങനെ പറ്റുമോ, ഓനപ്പം ഇതിനൊക്കെ പറ്റുമോ അല്ലെ? സ്വാഭാവിക ഒരു ചിന്ത ഉണ്ടാകും. ഉസ്താദിന്റെ കാര്യത്തിൽ ഒരു ഖത്തീബാക്കുവാൻ, ഒരു ഇമാമായി നിൽക്കുവാൻ, ഒരു ഖാദിയായി നിൽക്കുവാൻ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആർക്കും അവിടുന്ന് സംശയമില്ല, ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അത് ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തഖ്വയാണ് എൻ്റെ പ്രിയമുള്ളവരെ സൂചിപ്പിക്കുന്നത്, നന്മയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നോക്കൂ നിങ്ങൾ, വഫാത്തിന്റെ സമയം തന്റെ കൂടെയുള്ള തന്റെ ഖാദിമായ ഉസ്മാൻ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് തന്റെ ഖാദിമായി നിൽക്കുന്നവരോട് എത്രയോ കാലങ്ങളായി, ഏകദേശം 8 വർഷത്തോളമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുനാന്റെ കൂടെ ഇങ്ങനെ അവിടുന്ന് ഓരോ കാര്യങ്ങളുമായിട്ട് തന്റെ ജീവിതത്തിൽ ഖാദിമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ജീവിതം അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഒരു മനുഷ്യൻ, പടച്ചവനെ, വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് പറയാൻ, എനിക്ക് വെള്ളം വേണം അല്ലെ, പഴം വേണം, അത് കൊടുത്തു. കൈകാലുകൾ ഇങ്ങനെ തളരാണ്. തന്റെ ഖാദിമിനത് മനസ്സിലായപ്പോൾ അത് കലിമങ്ങനെ ചൊല്ലി കൊടുക്കാണ്. ആ ചൊല്ലി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലാൻ എന്ന് ശൈഖുനാക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അവിടുന്ന് ഒരുപാട് തവണ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്രേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആർക്കാണ് മരിക്കാൻ കഴിയുന്നത്? അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കാണ് ലോകത്തിൽ നിന്ന് വിട പറയാൻ കഴിയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ കഴിയുക? അവൻ സ്വർഗത്തിലാണെന്ന അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ അരിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ
ഇൻദൽ മൗതി മഅൽ ഈമാനി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അല്ലാഹുവോട് ഇങ്ങനെ ദ്വാരക്കണം, പടച്ചോനെ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാക്കിക്കൊണ്ട് അല്ലാഹ്, ആ വാക്കില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു. അവരൊക്കെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദറജ നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി കാത്തിരിച്ചിരിക്കുകയാണ്. നമുക്കാർക്കെങ്കിലും ഉണ്ടോ അത്? നമ്മൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയമുള്ളവരെ. ഒരു ദിവസം എത്ര തെറ്റ് ചെയ്യുന്നു, എത്ര തെറ്റ് പറയുന്നു, എത്ര തെറ്റുകൾ കാണുന്നു, ചിന്തിക്കുന്നു. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് ഒരു ഇസ്തിഗ്ഫാറെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് ജീവിതം എത്ര ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് കഷ്ടപ്പെട്ടു, ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടു. 16-ാമത്തെ വയസ്സ് മുതൽ വഫാത്താകുന്നത് വരെ ദീനിന്റെ ഖാദിമായി ലോകത്ത് ശൈഖുന ഹാലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഇവിടെ ജീവിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് പോലും മുഖത്ത് നിന്ന് അല്ലാഹുവേ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. 1 മണിയും 2 മണിയും കഴിഞ്ഞിട്ട് തിരൂർക്കാട് അൻവാർ എന്ന് പറയുന്ന പുണ്യമായ സ്ഥാപനത്തില് എന്റെ പ്രിയമുള്ളവരെ ജനസാഗരമായിരുന്നല്ലോ. തിരക്ക് കാരണത്താൽ ഞാനൊക്കെ ഇവിടുന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ മഹല്ലത്തുകാരെയും കൂട്ടി പോയപ്പോ തിരക്ക് കാരണത്താൽ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ ഗേറ്റ് പൂട്ടി വെച്ചു. അവരങ്ങ് പുറത്തിറങ്ങിട്ട് ഉള്ള ആളുകൾ ആ ഗ്രൗണ്ടിൽ നിന്ന് മാറട്ടെ എന്നിട്ട് അങ്ങോട്ട് കടത്തിവിടുള്ളൂ. കോരിച്ചെറിയുന്ന മഴയത്തും ജനങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തില് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു നിൽക്കുകയായിരുന്നു. ആർക്കൊരു പ്രശ്നമല്ല, ആർക്കൊരു പ്രശ്നമല്ല. എല്ലാവരും ജനങ്ങളും കോരിച്ചെറിയുന്ന മഴയുണ്ട്. ആ മഴയത്തും കാരണം ശൈഖുനാന അവസാനമായിട്ട് കണ്ടാൽ മതി, ഒന്ന് എത്ര തിരക്കിയാലും വേണ്ടില്ല, എങ്ങനെ നിന്നാലും വേണ്ടില്ല, എല്ലാവരും അവിടുന്ന് സഹകരിച്ചു കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ശൈഖുനാന അവസാനം ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹ്.